ഇതാണോ രാജു ഇത്ര വലിയ പ്രശ്നം? ഈ രാജ്യത്ത് ചെറിയ ചെറിയ പരിക്കുകൾ പറ്റുന്ന മനുഷ്യർ ഒത്തിരിയുണ്ട്, ഈ ഞാൻ ഉൾപ്പെടെ. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെ പറ്റിയ ഭാര്യ കുഴമ്പിട്ട് തരും, എന്നിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചും തരും. സാധാരണ ഭർത്താക്കന്മാരും ഭാര്യമാരും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. നീ അസാധാരണ ഭർത്താവൊന്നും അല്ലല്ലോ. ഇതൊക്കെ തന്തയുടെ സ്ഥാനത്തുള്ളവർ തന്നെ പറഞ്ഞു തരണമല്ലോടാ. മോളെ, ഇതൊന്ന് കൊട്ടൻ ചുക്കാതി, മറ്റൊന്ന് മുറിവെണ്ണ. മുറിവെണ്ണയെ ഒടിവിനും ചതവിനും ബെസ്റ്റാ. ദാ മോളെ. ഇത് കൊട്ടൻ ചുക്കാതി, ഇത് മുറിവെണ്ണ. മുറിവെണ്ണ ബെസ്റ്റ് ആണെന്നാ ചെറിയച്ചൻ പറഞ്ഞത്. അപ്പൊ മുറിവെണ്ണ തേക്കാം. ഞാനൊരു വൈദ്യരാവാൻ പോവാ, തിരുമു വൈദ്യര്. അതൊന്നും വേണ്ട ഋതു. എനിക്ക് ഭയങ്കര നാണോ, ഞാൻ തന്നെ ചെയ്തോളാം. ഈ രാജു ഇങ്ങനെ ഒരു നാണം കുണിയായല്ലോ. ഞാൻ രാജുവിന്റെ ഭാര്യ, ഇതെല്ലാം എന്റെ അവകാശം. ഞാൻ കുഴമ്പിട്ട് തിരുമു. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അതൊന്നും വേണ്ട ഋതു. വേണം. ഞാനിപ്പോ വൈദ്യരും ഭാര്യയും കൂടിയ. വൈദ്യര് പറയുന്നത് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഭാര്യ പറയുന്നത് കേട്ടേ പറ്റൂ. കൈതാ. കാണിക്കേ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചവിട്ടി തിരുമുണ്ട്. കേട്ടല്ലോ. നോക്കടാ, അങ്ങോട്ട് നോക്ക്. അവരൊന്നായി, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നായി. നീ ഒരൊറ്റൊരാള് കാരണം ഈ സ്ഥിതി വന്നത്. എന്നോട് ആലോചിക്കാത്തവന്റെ ഒരു മണ്ടം ബുദ്ധി. പിന്നെ അമ്മ ഒരുക്കുന്ന പ്ലാനൊക്കെ ഒന്ന് സക്സസ് ആവൂല്ലേ? ഞാൻ അവനെ കൊല്ലാനാ പ്ലാൻ ഒരുക്കിയ. വെളുക്കാൻ തേച്ചത് പാണ്ടാന്ന് ഞാൻ കരുതിയോ? ഋതിക വൈദ്യരെ, ഒന്ന് പതുക്കെ തിരുമ വൈദ്യരെ. ഇതേ ഒരു മനുഷ്യ ശരീര, അല്ലാതെ മൃഗശരീരം അല്ല. ഞാനേ മർമാണി വൈദ്യരാ. എന്ത്? മുള്ളാണി വൈദ്യരോ? മർമാണി വൈദ്യര്. ഞാനേ വേണുങ്ങൾ പറയുന്നത് കേട്ട് ചെയ്യുന്നതാ. ബെസ്റ്റ്. എന്തെങ്കിലും ഒരു മറുപടി പറയൂ. ആ സ്ത്രീയുടെ വീട്ടിലേക്കാണോ നീ പോകുന്നത്? അതെ. അതങ്ങ് പറഞ്ഞ പോലെ ഇത്രയും ബലം പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഓരോരുത്തരും അവരവരുടെ വേണ്ടപ്പെട്ടവരെ കാണാൻ പോകുന്നതിന് എനിക്കിപ്പോ എന്താ? ഞാൻ ആരെയും തടയില്ല. എനിക്കെന്ത് കാര്യമോ തടഞ്ഞിട്ട്. നീ വയ്ക്കൂ. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. ആ സ്ത്രീയോട് ബന്ധം സ്ഥാപിക്കാൻ പോകുന്ന ആർക്കും പിന്നെ എന്നോട് ഒരു ബന്ധവും ഉണ്ടാവില്ല. ഞാൻ താമസിക്കുന്ന വീട്ടിലും പ്രവേശനം ഉണ്ടായില്ല. എന്റെ കൺവെട്ടത്ത് പോലും അങ്ങനെയുള്ളവരെ കണ്ടുപോലും. ഇവരുടെ
മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ? പോയിസൺ. നിൽക്ക്. ആ സ്ത്രീയുമായി സഹകരിക്കാനും സംസാരിക്കാനും നിനക്ക് വഴിയൊരുക്കി തന്നത് ഇവനാണോ? ചോദിച്ചു കേട്ടില്ലേ? അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നത് രാജുവാണോ എന്ന്? അല്ല. ആണെങ്കിലും അല്ലെങ്കിലും ഇനി അവളുമായി എന്തെങ്കിലും കോണ്ടാക്ട് നടത്തിയെന്ന് ഞാൻ അറിഞ്ഞ ബാക്കി ഞാൻ പറയണ്ടല്ലോ. എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചോ? എനിക്ക് യാതൊരു വിരോധവുമില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ജീവിതത്തിലും തോറ്റവനാ. എന്റെ ഹൃദയത്തിലും കുത്തിക്കോ, വിരോധമില്ല. ചിലരോടൊക്കെ ഞാൻ ക്ഷമിച്ചെന്ന് വരും. പക്ഷേ അപമാനിക്കരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല.